സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്ത് മുന്നേറുകയാണ് ആദിത്യധർ സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രം ദുരന്തർ. സിനിമയിൽ നായകൻ രൺവീർ സിംഗ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് അക്ഷയ് ഖന്നയാണ്. നടന്റെ കൊടും വില്ലനായുള്ള തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് ആരാധകർ. ബലൂച്ച് ഗ്യാങ്ങിന് തുടക്കമിട്ട റഹ്മാൻ ഡക്കേത്ത് എന്ന കഥാപാത്രത്തെയാണ് അക്ഷയ് ഖന്ന സിനിമയിൽ അവതരിപ്പിച്ചത്. സിനിമയ്ക്ക് പിന്നാലെ വീണ്ടും ചർച്ചയാവുകയാണ് ഗാങ്സ്റ്റർ റഹ്മാൻ ഡക്കേത്ത്. സിനിമയിൽ കാണിക്കുന്നതിനേക്കാൾ വയലൻസ് നിറഞ്ഞ ചരിത്രമാണ് യഥാർത്ഥ ജീവിതത്തിൽ റഹ്മാൻ ഡക്കേത്തിനുള്ളത്. കറാച്ചിയിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ ലാരിയിലാണ് റഹ്മാന്റെ ജന്മസ്ഥലം. ആ മേഖല അടക്കി വാഴുന്ന ഗാങ്സ്റ്റർ ലീഡറായിരുന്നു റഹ്മാൻ. കുറ്റകൃത്യങ്ങളും ഗുണ്ടാക്രമണങ്ങളും വിളയാടുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു ലാരി. മുഹമ്മദ് എന്ന ആളുടെയും രണ്ടാം ഭാര്യയായ ഖദീജയുടെയും മകനായിട്ടാണ് റഹ്മാൻ ഡക്കേത്ത് ജനിച്ചത്. മയക്കുമരുന്നിന്റെ കച്ചവടം നടത്തിയിരുന്ന ഇവർക്ക് അധോലോകവുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകളിൽ പറയുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ റഹ്മാന്റെ കുരുത്തക്കേടുകൾക്ക് വലിപ്പം വെച്ചിരുന്നു. 13-ാം വയസ്സിൽ പടക്കം പൊട്ടിക്കുന്നതിനെ എതിർത്തതിന് ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചു. പിന്നീട് 15-ാം വയസ്സിലാണ് റഹ്മാന്റെ ആദ്യ കൊലപാതകം. എതിരാളിയായ 2 മയക്കുമരുന്ന് കടത്തുകാരെയാണ് കൊലപ്പെടുത്തിയത്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട റഹ്മാൻ അടുത്ത കൊലപാതകം നടത്തിയത് സ്വന്തം അമ്മയെയാണ്. 1995-ലാണ് വീടിനുള്ളിൽ വെച്ച് അമ്മയെ റഹ്മാൻ വെടിവെച്ച് കൊല്ലുന്നത്. പോലീസുകാർക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എന്ന ധാരണയിലാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. പ്രായം കൂടി വരുന്നതിനനുസരിച്ച് വലിയ വലിയ ഗുണ്ടാഗാങ്ങുകളുടെ ഭാഗമായി മാറുകയായിരുന്നു റഹ്മാൻ. ആയുധങ്ങളും മയക്കുമരുന്നും കൈവശം വെച്ചതിന് റഹ്മാനെ പോലീസ് പിടികൂടിയിരുന്നു. റഹ്മാനെ കറാച്ചി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി അതിസാഹസികമായി ഇദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് റഹ്മാൻ എത്തിപ്പെട്ടത് ബലൂചിസ്ഥാനിലായിരുന്നു. അവിടെ തന്നെ സാമ്രാജ്യം പടുത്തുയർത്തി. അവിടെ വെച്ചാണ് ബലൂചി ഗ്യാങ് റഹ്മാൻ ഉണ്ടാക്കിയത്. 2000-ങ്ങളുടെ തുടക്കത്തിൽ ഏറ്റവും ശക്തനായ ഗുണ്ടാ നേതാക്കളിൽ ഒരാളായി റഹ്മാൻ ഡക്കേത്ത് വളർന്നു. 2006 ആയപ്പോഴേക്കും അദ്ദേഹം വളരെയധികം സമ്പത്തും സ്വത്തുക്കളും രാഷ്ട്രീയ സ്വാധീനവും സമ്പാദിച്ചു. 3 തവണ വിവാഹം കഴിക്കുകയും 13 കുട്ടികളുടെ പിതാവാവുകയും ചെയ്തു. കറാച്ചിയിലും ബലൂചിസ്ഥാനിലും മാത്രമല്ല ഇറാനിലും അദ്ദേഹത്തിന് സ്വത്തുക്കൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. കൊലപാതകം നടത്തി അവരുടെ തലയറുത്ത് ഫുട്ബോൾ കളിച്ചതടക്കം കേട്ടാൽ പേടിപ്പിക്കുന്ന രക്തക്കളികൾ റഹ്മാന്റെ ചരിത്രത്തിലുണ്ട്. 2009 വരെ റഹ്മാൻ തന്റെ ഭരണം തുടർന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. 2009-ൽ കറാച്ചി പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് റഹ്മാൻ കൊല്ലപ്പെടുന്നത്. മരിക്കുമ്പോൾ റഹ്മാന്റെ പ്രായം 34 വയസ്സായിരുന്നു. ദുരന്തർ സിനിമയുടെ അവസാനവും റഹ്മാന്റെ മരണത്തോടെയാണ്. അതേസമയം നിലവിൽ 500 കോടിക്ക് മുകളിലാണ് ദുരന്തർ സിനിമയുടെ ആഗോള കളക്ഷൻ. ഇതിനിയും കൂടുമെന്നാണ് കണക്കുകൂട്ടൽ. ജിയോ സ്റ്റുഡിയോസ്, B62 സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ രൺവീർ സിംഗ്, സാറ അർജുൻ, സഞ്ജയ് ദത്ത്, R മാധവൻ, അർജുൻ രാംപാൽ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. 2 ഭാഗങ്ങളായി പുറത്തിറങ്ങുന്ന സിനിമയുടെ അടുത്ത ഭാഗം 2026 മാർച്ചിൽ റിലീസ് ചെയ്യും.